അത് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് യുവർ ഡിസിഷൻ. അങ്ങനെയല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിഷൻ എന്നാണ് പറയാ. ഡിപ്പെൻഡ്സ് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ഓൺ. അപ്പോൾ ഓഫ് അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ് പറയാ. ഹായ് ഗായ്സ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യുക. അവൾ ഇംഗ്ലീഷിൽ മിടുക്കിയാണ്. ഷീസ് ഗുഡ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെയല്ല, ഷീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. ഗുഡ് അറ്റ് നമ്മൾ പറയുന്നത് ഒരാളുടെ എബിലിറ്റി അല്ലെങ്കിൽ സ്കിൽ പറയുമ്പോഴാണ്. ഐ വിൽ മീറ്റ് മൈ സിസ്റ്റർ ഇൻ ഹാഫ് ആൻ അവർ. അങ്ങനെയല്ല നിങ്ങൾ പറയണ്ടേ. ഇതൊരു പ്ലാൻഡ് മീറ്റിംഗ് അല്ലേ, അപ്പം നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസിൽ പറയണം. ഐ ആം മീറ്റിംഗ് മൈ സിസ്റ്റർ ഇൻ ഹാഫ് ആൻ അവർ. ഐ ഗോ ടു ദ ഓഫീസ് ഫ്രം ബസ്. അങ്ങനെയല്ല നിങ്ങൾ പറയണ്ടേ. നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിൽ വരുന്നത്? മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കാർ ആവാം, ബൈക്ക് ആവാം, ബസ് ആവാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് പറയേണ്ടത്, ഐ ഗോ ടു ദ ഓഫീസ് ബൈ ബസ്. അല്ലെങ്കിൽ നിങ്ങൾ ബൈ കാർ പറയാം, ബൈ ബൈക്ക് പറയാം, ബൈ ട്രെയിൻ പറയാം. എവ്രി വൺ ആർ ഹിയർ. അങ്ങനെയല്ല, എവ്രി വൺ എന്ന് പറയുമ്പം അത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എവ്രി വൺ ഈസ് ഹിയർ എന്നാണ് പറയേണ്ടത്, അല്ലാതെ എവ്രി വൺ ആർ ഹിയർ എന്നല്ല. മാർക്ക് മീൻ കഴിക്കാറുണ്ടോ? ഡസ് മാർക്ക് ഈറ്റ് ഫിഷ്? ഡസ് മാർക്ക് ഈറ്റ് ഫിഷ് എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നോ എന്നല്ല പറയേണ്ടത്, ഐ ഡോണ്ട് തിങ്ക് സോ എന്നാണ് പറയേണ്ടത്. ഐ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡു നോട്ട്. അപ്പം നമ്മൾ ഡോണ്ട് ആണ് പറയാ. ഐ ഡോണ്ട് തിങ്ക് സോ, അല്ലാതെ ഐ തിങ്ക് നോ എന്നല്ല. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഹൗസ് ഇറ്റ് കോൾഡ്? അങ്ങനെയല്ല, വാട്ട് ഇസ് ഇറ്റ് കോൾഡ് എന്നാണ് പറയാ. വാട്ട് ചോദിക്കുന്നത് ആസ് ഫോർ ദ നെയിം ഓർ ഐഡൻറ്റിറ്റി ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട് കോൾഡ്? വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട് കോൾഡ്? ഹൗ ആസ് ഫോർ ദ മെത്തേഡ്. എങ്ങനെയാണ് ഒരു സാധനം ഉണ്ടാക്കുന്നത്, അതിനാണ് നമ്മൾ ഹൗ ചോദിക്കുക. ഡിഡ് യു യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ വെൻ യു വർ യങ്? അങ്ങനെയല്ല, യൂസ് ടു നമ്മൾ പറയുന്നത് പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല, പാസ്റ്റിൽ ചെയ്തൊരു കാര്യം. അപ്പൊ യൂസ് ടു പറയരുത്. നിങ്ങൾക്കപ്പോൾ അതിൽ ഡി മാറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കാം, ഡിഡ് യു യൂസ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ വെൻ യു വർ യങ്? അവൻ എൻ്റെ കസിൻ ആണ്, ഹീസ് മൈ കസിൻ ബ്രദർ. അങ്ങനെയല്ല, ഹീസ് മൈ കസിൻ ബ്രദർ എന്നല്ല പറയാ. ഹീ അവിടെ പറയുന്നുണ്ട്, അപ്പം അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം നിങ്ങൾ ഹീസ് മൈ കസിൻ എന്നാണ് പറയാ, അല്ലെങ്കിൽ ഷീ ഈസ് മൈ കസിൻ. അവൾ എന്നെ നോക്കി ചിരിച്ചു, ഷീ ലാഫ്ഡ് ഓൺ മീ. അങ്ങനെയല്ല, ഷീ ലാഫ്ഡ് ഓൺ മീ എന്നല്ല പറയാ, ഷീ ലാഫ്ഡ് അറ്റ് മീ എന്നാണ് പറയാ. നമ്മളൊരു വ്യക്തിനെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ നോക്കി ചിരിക്കുമ്പം അത് നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. ഷീ ലാഫ്ഡ് അറ്റ് മീ എന്നാണ്. സോ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ അറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കോമൺ മിസ്റ്റേക്സ് ഇംഗ്ലീഷിൽ എല്ലാവരും വരുത്തുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾ എൻ്റെ വേറെ വീഡിയോസൊക്കെ കാണണം. ഞാനൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഡെയിലി കോൺവെർസേഷന് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. താങ്ക് യു എവ്രി വൺ.